വെൻ ടു വിസിറ്റ് എ ഡെൻറ്റിസ്റ്റ്. നിങ്ങൾ എപ്പോഴാണ് ഒരു ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടത്? പെയിൻ ആകുന്ന വരെ നോക്കിയിരിക്കുന്ന ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ യു ആർ ആക്ച്വലി ലേറ്റ് ഫോർ ദി പ്രിവെൻറ്റീവ് സ്റ്റേജ് ഓഫ് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ്. ഞാൻ കുറച്ച് സിംറ്റംസ് പറയാം. ഇതിലേതെങ്കിലും നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ളൊരു ഡെൻറ്റിസ്റ്റിനെ ഉറപ്പായും കാണണം. ആദ്യത്തെ ഒരു സിംറ്റമാണ് ബ്ലീഡിങ് ഗംസ്, അതായത് മോണയിൽ നിന്ന് രക്തം വരുന്നൊരു സിംറ്റം. ഇത് നമുക്ക് ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലാതെയോ മോണയിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണരോഗം ഉണ്ടായേക്കാം. അപ്പം അതിന് ഉറപ്പായിട്ട് ഒരു ഡെൻറ്റിസ്റ്റിനെ പോയി കാണേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ വേറെ വരുന്ന സിംറ്റംസിൽ ഒന്നാണ് സെൻസിറ്റിവിറ്റി, അതായത് പല്ല് പുളിപ്പ്, അതുപോലെ തന്നെ പല്ല് വേദന, നിരന്തരമായിട്ട് വരുന്ന പല്ല് വേദന അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ വരുന്ന പല്ല് വേദന ഉറപ്പായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചിപ്പായിപ്പോയ പല്ലുകൾ, ആടുന്ന പല്ലുകൾ, ഇവയ്ക്കെല്ലാം തന്നെ നമ്മളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. വേറൊരു കണ്ടീഷനാണ് ബാഡ് ബ്രത്ത് അഥവാ വായുനാറ്റം. ഇതും മോണരോഗമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു സിംറ്റമാണ്. നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോക്കകത്ത് ബാഡ് ബ്രത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ ഡെൻറ്റിസ്റ്റിനെ കാണുന്നതിലും നല്ലത് എവറി 6 months ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഒരു റുട്ടീൻ ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യുന്നതിൽ കൂടി നമുക്ക് ഏതൊരു പ്രശ്നവും വരാതെ തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.